അപ്പോൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്താൽ, ഖൽബ് അവനോട് ബന്ധപ്പെടുത്തിയാൽ, അവൻ്റെ തൗഹീദ് അംഗീകരിച്ചാൽ ഫഇന്നഹു ലാ യദുറുഹു ഷൈഉൻ, അവനെ ഒന്നും ബുദ്ധിമുട്ടിക്കുകയില്ല ഇല്ലാ ബിഇദ്നില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിൻ്റെ ഇതിന് അനുമതി പ്രകാരമല്ലാതെ. അമ്മാ മൻ തഅല്ലഖ അലാ ഗൈരില്ലാഹ്, എന്നാൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് ബന്ധിച്ചവൻ, അതായത് ഇപ്പോൾ മഹാന്മാരിൽ നിന്ന്, ഖബറാളികളിൽ നിന്ന് ഒക്കെ സഹായം തേടുന്നവർ, എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നീങ്ങാനോ അവരോട് തേടുകയോ അവർക്ക് നേർച്ച അർപ്പിക്കുക, ഖബറുകൾക്ക് നേർച്ച അർപ്പിക്കുക ചെയ്യുന്നവർ, അവരൊക്കെ അള്ളാഹു അല്ലാത്തവരോട് ഖൽബിനെ ബന്ധിപ്പിച്ചവരാണ്. ഫഇന്നല്ലാഹ യകിലുഹു ഇലാ മാ തഅല്ലഖ അലൈഹി, അപ്പോൾ അവൻ എന്തിനോടാണോ ബന്ധിച്ചത് അതിലേക്ക് അള്ളാഹു അവനെ ഏൽപ്പിക്കും എന്നാണ്. വയബ്തലിഹി, അങ്ങനെ അള്ളാഹു അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു തആല പറഞ്ഞു, ഖുലുല്ലാഹി തആല ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി. തത്തിമത്തുലായ ആയത്ത് പൂർത്തീകരിക്കുന്നത് ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി ഖുൽ ഹസ്ബി അല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. നേരത്തെ പറഞ്ഞ ആയത്ത്. ഹാദിഹിൽ ആയത്തു മിൻ സൂറത്തുൽ സുമർ, ഇത് സൂറത്തുൽ സുമറിലുള്ള ഈ ആയത്ത് അസ്സൂറത്തുൽ അദീമ അല്ലദീ ഖററ അല്ലാഹു ഫിഹാ അത്തൗഹീദ്, മഹത്തായൊരു സൂറത്താണ്. ഈ സൂറത്തിൽ അള്ളാഹു തൗഹീദിനെ ഇഖ്റാർ ചെയ്തിട്ടുണ്ട്. വഅബ്തല ഫിഹാ അൻവാ ശിർക്ക്, ഷിർക്കിൻ്റെ എല്ലാ ഇനങ്ങളെയും അതിനെ അള്ളാഹു ബാത്തിലാക്കിയിട്ടുണ്ട് ഈ സൂറത്തിൽ. അപ്പോൾ സൂറത്തു മിൻ അവ്വലിഹാ ഇലാ ആഖിരിഹാ, അപ്പോൾ ഈ സൂറത്ത് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ തുആരിജു ഖദിയത്തുൽ അഖീദത്തി വതുആരിജു ഖദിയത അൻവാ ശിർക്കില്ലത്തി കാനൽ മുശ്രികൂന യുസാബിലൂനഹാ ഫഅബ്തലത്ഹാ ഹാദിഹി സൂറ വനഖളത്ഹാ വമിൻ ദാലിക ഹാദിഹിൽ ആയത്തുൽ കരീമ. അപ്പോൾ ഈ സൂറത്ത് എന്ന് പറയുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ അഖീദയാണ്. അഖീദ എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അത്, അതേപോലെ ഷിർക്കിൻ്റെ ഇനങ്ങൾ, മുശ്രിക്കീങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഷിർക്കിൻ്റെ വിവിധ ഇനങ്ങൾ, ഇതൊക്കെ വിശദീകരിക്കുകയും അതിനെ ബാത്തിലാക്കുകയും ചെയ്യാണ് ഈ സൂറത്ത്, ഈ ആയത്ത് ഉൾപ്പെടെ. കുൽ, നബിയെ പറയാം, യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, അൽ ഖിതാബുലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് സംഭാഷണം അള്ളാഹു സംബോധന ചെയ്തിരിക്കുന്നത്. കുൽ ഐ കുൽ, അതായത് പറയുക, നബിയെ പറയുക, ലിഹാ ഉലൈൽ മുശ്രിക്കീൻ, ഈ മുശ്രിക്കുകളോട്, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ദുആ ചെയ്യപ്പെടുന്നു, നിങ്ങൾ ദുആ ചെയ്യുന്നതിന് നിങ്ങൾ കാണുന്നില്ലേ, അതായത് മിനൽ അസ്നാമി വൽ അഹ്ജാരി വൽ അഷ്ജാരി വൽ ഖുബൂരി വൽ അദ്രിഹത്തി വൽ ഔലിയാഇ വസ്സാലിഹീൻ. എന്തൊക്കെയാണ് അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഈ ലോകത്ത്? ബിംബങ്ങൾ, കല്ലുകൾ, ശിലകൾ, അതേപോലെ മരങ്ങൾ, ഖബറുകൾ, ദർഗകൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നു പലപ്പോഴും. കുല്ലുമായി ഉബദു മിൻ ദൂനില്ലാഹ്, അതേപോലെ അള്ളാഹു അല്ലാതെ എന്തിനൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതൊക്കെ. കുല്ലുമായി ഉബദു മിൻ ദൂനില്ലാഹ്. ഫസ്സുആലു മുവജ്ജഹുൻ ഇലാ കുല്ലി മുശ്രിക്കിൻ അലാ വജ്ഹിൽ അർദ്. അപ്പോൾ ഈ ഭൂമുഖത്തുള്ള എല്ലാ മുശ്രിക്കുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യം. എന്ത്? അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് തേടുന്ന, ഇബാദത്ത് ചെയ്യുന്ന, ദുആ ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല അൻ തഖൂമ സഅ, ഈ അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ ഭൂമുഖത്തുള്ള എല്ലാ മുശ്രിക്കുകൾക്കും ബാധകമാണ് ഈ ചോദ്യം. ഹൽ യസ്തതിഉൽ ഇജാബത അൻഹു ലാ, അപ്പോൾ അവർക്ക് അതിന് ഉത്തരം നൽകാൻ കഴിയുമോ? ഇല്ല. എന്താണ്? ഖുൽ അഫറഅയ്തും എന്ന് പറഞ്ഞാൽ ഐ അഖ്ബിറൂനി, എനിക്ക് വിവരം അറിയിച്ചു തരൂ, മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, മാ എന്ന് പറഞ്ഞാൽ ഇവിടെ മാ ആമത്തുൻ ലികുല്ലി മാ യുദ്ആ മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാതെ എന്തിനോടൊക്കെ പ്രാർത്ഥിക്കപ്പെടുന്നുണ്ടോ അതൊക്കെ ആ മാ തദ്ഊന മിൻ ദൂനില്ലാഹ് എന്നതിൽപ്പെടും. ലാ യുസ്തസ്നാ മിൻഹാ ഷൈഉൻ, അതിൽ നിന്ന് ഒന്നും ഒഴിവല്ല. സവാഉൻ കാന മിനൽ ബശരി ഔ മിനൽ ജമാദി ഔ ഗൈരി ദാലിക്, അതിനിപ്പം മനുഷ്യനാകട്ടെ, അത് നിർജീവ വസ്തുക്കളാകട്ടെ, മറ്റെന്തെങ്കിലുമൊക്കെ ആകട്ടെ, എന്താണെങ്കിലും അള്ളാഹു അല്ലാത്ത എന്തിനോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ, എന്തിനെക്കൊണ്ടൊക്കെ ഇസ്തിഹാസ നടത്തുന്നുണ്ടോ, അള്ളാഹുവിനോട് മാത്രം തേടേണ്ട സഹായങ്ങൾ അത് ഏതെങ്കിലും സൃഷ്ടിയോട് ഒരാൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന, ദുആ ചെയ്യപ്പെടുന്ന സംഗതികളാണ്. അപ്പോൾ അത്തരത്തിലുള്ളതിനെ കണ്ടിട്ടില്ലേ എന്നാണ് ചോദ്യം. ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അള്ളാഹു എനിക്കൊരു ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചാൽ, യാനി ബി ദററിൻ ഔ ബി ഫഖറിൻ ഔ ബി മൗത്തിൻ എന്ന് പറഞ്ഞാൽ ദറർ ബുദ്ധിമുട്ട്, പ്രയാസം, അല്ലെങ്കിൽ ദാരിദ്ര്യം, അല്ലെങ്കിൽ മരണം, ഔ അറാദനി ബി ദിയാഇ മാലിൻ, അല്ലെങ്കിൽ സമ്പത്ത് നഷ്ടം, ധനനഷ്ടം എനിക്ക് സംഭവിച്ചാൽ, ഔ ഇസാബത്തിൻ ഫി ഖരീബ്, അല്ലെങ്കിൽ ബന്ധുക്കളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ,
അവരെ മരണമോ അല്ലെങ്കിൽ അവരുടെ രോഗം അങ്ങനെയുള്ള കാര്യങ്ങൾ ഔരിദാലിക്ക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതല്ലാത്തത് യുറുനി ഫി ബദനി എൻ്റെ ശരീരത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഔഫി മാലി അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിൽ ഔഫി അഹ്ലി അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ അഹ്ലിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം എനിക്ക് ബാധിച്ചാൽ ഹൽ ഹുന്ന കാഷിഫാത്തുഹി അവൻ്റെ ആ പ്രയാസം അത് നീക്കം ചെയ്യാൻ അള്ളാഹു ബാധിപ്പിച്ച ആ പ്രയാസം നീക്കം ചെയ്യുന്നവരാണോ അവർ? അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ഈ വിളിച്ചു തേടുന്നവർ. ഹൽ ഹാദിഹിൽ മഅബൂദാത്തുല്ലത്തി തഅബുദൂനഹ തസ്തതിഉ അൻ തക്ഷിഫ ദുർറ അമ്മൻ ദഅഹ. അപ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥിച്ചിട്ടുള്ള അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഈ വസ്തുക്കൾ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അവർക്കാർക്കെങ്കിലും ഈ മഅബൂദാത്തിന് ഈ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് എന്തെങ്കിലും സാധിക്കുമോ? ഈ ഉപദ്രവം നീക്കം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല എന്നതാണ്. വഹാദാമിഥുൽ മാ സബഖ ഫീ ഖൗലി. ഇത് അല്ലാഹു തആല മറ്റൊരു വചനത്തിൽ പറഞ്ഞതുപോലെയാണ്. ഖുൽ ഇദ്ഉല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീലാ. ഖുൽ നബിയെ പറയാം, ഉദ്ഉല്ലദീന സഅംതും മിൻ ദൂനി, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ഇലാഹായിട്ട് കണക്കാക്കുന്നവർ വാദിക്കുന്നില്ലേ, അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അവരെ വിളിച്ചോളൂ നിങ്ങൾ. ഫലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും, നിങ്ങൾക്ക് ഉള്ള പ്രയാസം നീക്കം ചെയ്യാൻ, കശ്ഫ് ചെയ്യാൻ, തുറവടിയാക്കാൻ അവർ ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സാധിക്കൂല. വലാ തഹ്വീല, ഒരു മാറ്റം വരുത്താനും അവർക്ക് സാധിക്കൂല. ഹൽ ഹുന്ന കാഷിഫാത്തു ദുർരി സുആൽ ഇസ്തിൻകാരി നഫീൻ. ഇത് ഇസ്തിൻകാറിൻ്റെ നഫീൻ്റെ നിഷേധത്തിൻ്റെ ചോദ്യമാണ്. ആ ബുദ്ധിമുട്ട് അള്ളാഹു ബാധിപ്പിച്ചാൽ ഒരു ബുദ്ധിമുട്ട് തുറവടിയാക്കാൻ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിക്ക് സാധിക്കുമോ? ഇത് സാധിക്കില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണത്. ലാത്ത കശ്ഫുദ്ദുർറാമന്ദാഹ, സാധിക്കൂല, പ്രയാസം നീക്കാൻ സാധിക്കൂല അവർക്ക്. വലിദാലിക മുശ്രികൂന യുമർരിദൂന വയുഖത്തിലൂന യംറുദൂന വയഖ്തലൂന വയുസാബൂന. അപ്പോൾ മുശ്രിക്കുകൾക്ക് എന്തൊക്കെ രോഗങ്ങൾ ബാധിച്ചിരുന്നു? അവർ വധിക്കപ്പെട്ടിരുന്നു, അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. വതദ്ഹബു അംവാലഹും, അതേപോലെ അവരുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുമായിരുന്നു. വലാ തസ്തതിഉ മഅബൂദാതുഹും അൻ തദ്ഫഅ അൻഹും ഷൈഅൻ നസല മിനല്ലാഹി സുബ്ഹാനഹു വതആല. അല്ലാഹു അസ്സ വജൽ നിന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ഇറങ്ങിയ ഒരു ബുദ്ധിമുട്ട് തടയാൻ അവരുടെ ഈ ആരാധ്യ വസ്തുക്കൾക്കൊന്നും സാധിച്ചിരുന്നില്ല എന്നതാണ്. ഔ അറാദനി ബി റഹ്മത്തിൻ, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊരു റഹ്മത്ത് അള്ളാഹു ഉദ്ദേശിച്ചാൽ, എനിക്കൊരു കാരുണ്യം അനുഗ്രഹം ചെയ്തു തരണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ, ഏതുപോലെ ഏതൊക്കെ? മിൻ സിഹത്തിൻ, ആരോഗ്യം, വഗനിയിൻ, അതേപോലെ എന്താണ് ഐശ്വര്യം, വൈരിദാലിക മിൻ അൻവായ റഹ്മ, അല്ലെങ്കിൽ മറ്റ് അനുഗ്രഹത്തിൻ്റെ മറ്റ് ഇനങ്ങൾ. ഹൽ അഹദും മിനൽ ഖൽഖി യസ്തതിഉ അൻ യംനഅ നുസൂല റഹ്മത്തി അലാ അഹദിൻ മിൻ ഇബാദില്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളിൽ ആർക്കെങ്കിലും റഹ്മത്ത് ഇറങ്ങുന്നതിനെ തടയാൻ സൃഷ്ടികളിൽ ആർക്കെങ്കിലും കഴിയുമോ? ഫളഹറ ബിദാലിക അജ്സു ആലിഹത്തിൽ മുശ്രിക്കീൻ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ മുശ്രിക്കുകളുടെ, ബഹുദൈവവിശ്വാസികളുടെ ആലിഹത്ത്, അവരുടെ ദൈവങ്ങളുടെ അശക്തി വെളിവായി എന്നതാണ്. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹും ഹാദാ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇത് പറഞ്ഞു. വതലാ അലൈഹിൽ ഖുർആൻ, അവർക്ക് ഖുർആൻ ഓതി കൊടുത്തു. വസഅലഹും ഹാദ സുആൽ, അവരോട് ചോദ്യം ചോദിച്ചു. വഅലനഹു അലാ റൂസിൽ അഷ്ഹാദ് വലം യുജീബുഹു വലൻ യുജീബുഹു ഇലാ അൻ തഖുമ സഅ. അപ്പോൾ ഇതൊക്കെ അവർക്ക് പരസ്യപ്പെടുത്തിയൊക്കെ പറഞ്ഞു കൊടുത്തു. അവർക്ക് പക്ഷേ ഉത്തരം ഉണ്ടായിരുന്നില്ല, ഉത്തരം പറഞ്ഞില്ല. അവർ ഖിയാമത്ത് നാളെ വരെ ബഹുദൈവവിശ്വാസികൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല, ഉത്തരം പറയൂല ഒരിക്കലും എന്നതാണ്. ഹാദിഹി മിനൽ ജുംലത്തിൽ അസ്ഇലത്തില്ലത്തി വജ്ജഹഹ അല്ലാഹു ബിൽ ഖുർആനി ലിൽ മുശ്രിക്കീൻ. മുശ്രിക്കുകളിലേക്ക് അല്ലെങ്കിൽ ബഹുദൈവവിശ്വാസികളിലേക്ക് ഖുർആനിൽ അള്ളാഹു അഭിസംബോധന ചെയ്ത് പറഞ്ഞ ചോദ്യങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. വലം യുജീബു അൻഹ, അതിന് അവർ മറുപടി പറഞ്ഞില്ല. ഫദല്ല അലാ ബുത്ലാനി ഷിർക്ക്, അപ്പോൾ ഷിർക്ക് ബാത്തിലാണ് എന്നത് ഇതിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നു, തെളിവുണ്ട് എന്നർത്ഥം. കുൽ ഹസ്ബി അല്ലാഹ്, കുൽ നബിയെ പറയാം, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. ഐ ഹുവ കാഫീനി, അവൻ എനിക്ക് മതിയായവനാണ്. ലിഅന്നൽ ഹസ്ബ മഅനാഹു, ഹസ്ബ് എന്ന് പറഞ്ഞാൽ കാഫി എന്നാണ്, അൽ കാഫി, മതിയായവൻ എന്നൊക്കെ. ഫഹാദാ ഫീഹി തഫ്വീദുൽ ഉമൂരി ഇലല്ലാഹി സുബ്ഹാനഹു വതആല. ഇതിലെന്തുണ്ട്? കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ബലമേൽപ്പിക്കുക എന്നതുണ്ട്. വതഅലീഖുൽ ഖുലൂബി ബില്ലാഹി സുബ്ഹാനഹു വതആല, അതേപോലെ ഹൃദയങ്ങൾ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുക. ദൂനമാസിയാവും, അവനല്ലാത്തത് കൂടാതെ, അവൻ അല്ലാത്തതിനെ വെച്ചിട്ട്. ലമ്മാ അബ്തല അശ്ശിർക്കു ഫി അവ്വലിൽ ആയത്തി, അപ്പോൾ ഈ ആയത്തിൽ തുടക്കത്തിൽ എന്താക്കി?
ഷിർക്കിനെ വ്യാജമാക്കി, ഷിർക്കിനെ നിഷേധിച്ചു, ഷിർക്ക് പാടില്ല എന്ന് പറഞ്ഞു. ഖററ തൗഹീദ, പിന്നെന്തായി ബിഖൗലിഹി, അല്ലാഹു തആല പിന്നീട് എന്ത് ചെയ്തു, അതേ ആയത്തിൽ തന്നെ തൗഹീദിനെ അംഗീകരിച്ച് സംസാരിച്ചു, ഖറാർ ചെയ്തുകൊണ്ട്, തൗഹീദിനെ സ്ഥാപിച്ചുകൊണ്ട്. ഖുൽ ഹസ്ബി അല്ലാഹ്, ഖുൽ നബിയെ പറയാം എനിക്ക് അല്ലാഹു മതി. അത് തൗഹീദാണ്. ഐ ഹുവ കാഫീനി, അവൻ എനിക്ക് മതിയായവനാണ്. വലൻ യസ്തതിയ അഹദുൻ അൻ യദുറനി, ഒരാൾക്കും എന്നെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുകയില്ല ഒരിക്കലും, മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ. ഔ യംഫഉനി മിൻ ദൂനില്ല, അള്ളാഹു അല്ലാത്ത ആർക്കും എനിക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന് മാത്രമേ എനിക്ക് ഉപകാരം ചെയ്യാൻ കഴിയുള്ളൂ. മറ്റാരും ചെയ്യുകയാണെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. വലിഹാദ, ഇക്കാരണത്താൽ യഖൂലു ഹൂദുൻ അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ് നബി പറഞ്ഞു നീ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയോട് എന്ന് പറഞ്ഞിട്ട് ആ കുറച്ച് 3 ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ 3 ആയത്തുകളുടെ പൂർണ്ണ രൂപം തന്നെ നമുക്ക് നോക്കാം. എന്താണ്? സൂറത്ത് ഹൂദ് 11ാമത്തെ സൂറത്താണ്. അതിൽ 54 മുതൽ 56 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. ഇൻ നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ ബിസൂഅ ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ വഷ്ഹദു അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ മിൻ ദൂനിഹി ഫകീദൂനി ജമീഅൻ ثم لا تنظرون ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബകും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഇൻ നഖൂലു, ഞങ്ങൾ പറയുന്നില്ല, ഇല്ലാ തറാക ബഅദു ആലിഹത്തിന, ഞങ്ങളുടെ ചില ദൈവങ്ങൾ നിനക്ക് എന്തോ സംഭവിപ്പിച്ചിട്ടുണ്ട്, ബാധിപ്പിച്ചിട്ടുണ്ട് എന്നതല്ലാതെ ഞങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ, ഹൂദ് നബിയോട് അദ്ദേഹം ഏകദൈവ വിശ്വാസം തൗഹീദ് പ്രഖ്യാപിച്ചപ്പോൾ ആ മറ്റ് ആരാധ്യ വസ്തുക്കളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഞങ്ങളുടെ ദൈവങ്ങൾ നിനക്കെന്തോ ബാധ ഏൽപ്പിച്ചിട്ടുണ്ട്, അതാണ് നിനക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നല്ലാതെ ഞങ്ങളൊന്നും പറയാനില്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ല. ബിസ്വീൻ, ഒരു തിന്മ കൊണ്ട്, അതായത് ഞങ്ങളുടെ ആലിഹത്ത്, ഞങ്ങളുടെ ദൈവങ്ങൾ നിനക്കെന്തോ ബാധ, തിന്മ ബാധിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന്. അപ്പോൾ എന്താണ് ഇവിടെ ചില ആൾക്കാരൊക്കെ കണ്ടില്ലേ, പിന്നെ വ്യാജ കറാമത്ത് കഥകളും ഒക്കെ പ്രചരിപ്പിക്കുമ്പോൾ, അതേപോലെ ഷിർക്കൻ വരികളുള്ള മാലകളും മൗലിദുകളും, അപ്പോൾ അതിനൊക്കെ വിമർശിക്കുമ്പോൾ ഔലിയാക്കണ്ട കുരുത്തക്കേട് പറ്റും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും അല്ലേ? ആ ഒരു രീതിയാണ് ഇവർ പറയുന്നത്. ഖാല, അപ്പോൾ ഹൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താണ്? ഇന്നി ഉഷ്ഹിദുല്ലാഹ, നിശ്ചയം ഞാൻ അള്ളാഹുവിന് സാക്ഷിയാക്കുന്നു. വ അഷ്ഹിദു, നിങ്ങൾ സാക്ഷിയാക്കൂ, നിങ്ങൾ സാക്ഷ്യപ്പെടുത്തൂ. അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ഷിർക്ക് വെക്കുന്നതിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാണ്, മുക്തനാണ് എന്ന്. മിൻ ദൂനി, അവനെ കൂടാതെ. ഫക്കീദൂനി ജമിയ, നിങ്ങളെല്ലാവരും എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചോളൂ. സുമ്മ ലാ തുൻദുറൂൻ, നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, അതിന് എനിക്ക് താമസം വെയിറ്റിംഗ് ഒന്നും വേണ്ട. നിങ്ങളെന്താ ഉദ്ദേശിച്ചെങ്കിൽ ചെയ്തോ, എന്നെക്കൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് കുതന്ത്രം വേണമെങ്കിലും എനിക്കെതിരെ പയറ്റിക്കോ, എനിക്ക് യാതൊരു പ്രശ്നമല്ല. ഇന്നി തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. റബ്ബി, എൻ്റെ റബ്ബായ, വ റബ്ബക്കും, നിങ്ങളുടെ റബ്ബുമായ അള്ളാഹുവിൽ. മാ മിൻ ദാബത്തിൻ, ഒരു മൃഗവുമില്ല, ഒരു ജീവിയുമില്ല, ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹ, അവൻ, അതായത് അള്ളാഹു അതിൻ്റെ മൂർധാവിൽ, നാസിയത്തിൽ, നെറുകയിൽ പിടിച്ചിട്ടല്ല എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തു, ഏതൊരു ജീവിയും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നതാണ്. അങ്ങനെ അല്ലാതൊരു ജീവിയില്ല. ഇന്ന റബ്ബി, നിശ്ചയം എൻ്റെ റബ്ബ്, അലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ നേരായ പാതയിലാണ് എന്ന്. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അവനിൽ ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കുന്നു അള്ളാഹുവിൽ. വലാ യതവക്കലൂന അലൽ ഹൽഖത്തി വൽ ഖൈത്തി വസ്സനമി വൽ ഖബ്രി വൽ വലിയ്യി ഔ ഗൈരി ദാലിക്. അപ്പോൾ ഏതെങ്കിലും നൂലിലോ ചരടിലോ അല്ലെങ്കിൽ ഹൽഖത്ത് വളയത്തിലോ ഏലസിലോ ബിംബത്തിലോ ഖബറിലോ അല്ലെങ്കിൽ പിന്നെ ദർഗ വലിയ അതല്ലാത്തത് അതിന്മേലൊന്നുമല്ല അവർ ഭരമേൽപ്പിക്കുന്നത്. ബലില്ലദീ യുതവക്കലു അലൈഹി ഹുവ സുബ്ഹാനഹു വതആല,
ഭരമേൽപ്പിക്കപ്പെടുന്നത് ആരിലാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയിലാണ്. ലിഅന്നഹു ബിയദിഹി മഖാദിറുൽ അഷ്യാ, എല്ലാ വസ്തുക്കളുടെയും ഖദറുകൾ, മഖാദീർ, അളവുകൾ, കണക്കുകൾ ഒക്കെ അള്ളാഹുവിൻ്റെ കൈക്ക് ആണ് എന്ന്.